Hello guys, welcome to my new YouTube video. So another video is about a very vast topic, one of the most important aspects of a person's lifestyle, if not the most important, nutrition or diet. So guys, ഇപ്പോഴും ഒത്തിരി പേർക്ക് ഒത്തിരി മിത്സ് അല്ലെങ്കിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുള്ള ഒരു സബ്ജക്റ്റാണ് ന്യൂട്രീഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ there are three components. First one is resistance training or stimulus, second one is nutrition, and third one is rest. Even though രണ്ടാമതാണ് ഞാൻ ന്യൂട്രീഷൻ മെൻഷൻ ചെയ്തെങ്കിലും I think it is the most important aspect of our journey towards fitness. Not only fitness മാത്രമല്ല, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ബോഡി ഫങ്ഷനിങ്, ഡിസീസ് കൺട്രോൾ, അല്ലെങ്കിൽ നമുക്ക് ടയേർഡ് ഫീലിംഗ് വരാതിരിക്കാൻ, ഓവറോൾ വെൽനെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ന്യൂട്രീഷൻ. സോ ന്യൂട്രീഷനിൽ നമുക്കൊരു കോംപ്രമൈസും വരുത്താൻ പറ്റില്ല. We have to absolutely optimize our eating habits in order to make sure that our fitness journey is intact and our overall wellness is intact. So guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ന്യൂട്രീഷൻ in a brief, because I'm not going to talk about the whole nutrition because it is going to be a very vast subject. So guys, if you're interested about it, stay tuned and let's go through this together. Okay guys, ഞാൻ ആദ്യം മെൻഷൻ ചെയ്തുകൊണ്ട് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു വളരെ വാസ്റ്റ് സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് സയൻസ്, കെമിസ്ട്രി, ബയോളജി എക്സെട്ര. ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വൈറ്റൽ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് സം ഓഫ് ദിസ് സയൻസ്. നമ്മുടെ ബോഡിയുടെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂലി മൈൻഡ് ബ്ലോയിങ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മാറ്റർ. Matter can be different things, a combination of atoms, molecules, hydrocarbons, etc. Matter will interact with other matter depending upon the conditions that are present. ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈസ് ഓൾസോ മേഡ് അപ്പ് ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. സോ വി ആർ മേഡ് അപ്പ് ഓഫ് മാറ്റർ, ദ ഫുഡ് ദാറ്റ് വി കൺസ്യൂം ആർ മേഡ് അപ്പ് ഓഫ് മാറ്റർ. സോ ഈ മാറ്റർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. There will be a chemical reaction depending upon the environment that is surrounding us. So guys, ഇതിനെക്കുറിച്ച് ആലോചിച്ച് don't have to wrap your head around it that much. It is a very simple concept, but you have to understand this. These chemical reactions that happens inside the body or around us determines our biological profile. So biological profile എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഫിറ്റ്നസ് ലെവൽ, നമ്മുടെ ഓവറോൾ വെൽനസ് ഓർ ബോഡി ഫങ്ഷനിങ്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഗൈസ്, സോ നമ്മുടെ ബോഡിക്ക് മെയിൻലി ടു ടൈപ്സ് ഓഫ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആർ മാക്രോന്യൂട്രിയൻസ് ആൻഡ് സെക്കൻഡ് വൺ ആർ മൈക്രോന്യൂട്രിയൻസ്. സോ ഈ ടു ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ കറക്റ്റ് എമൗണ്ട് ആൻഡ് കറക്റ്റ് ക്വാളിറ്റിയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ന്യൂട്രീഷണൽ ഡിമാൻഡ്സ് മീറ്റ് ആവുള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഫെർദർ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. സോ ദ മെയിൻ മാക്രോന്യൂട്രിയൻസ് ആർ carbohydrates, proteins and fats, and the main micronutrients are vitamins and minerals. So we need all these nutrients to meet our nutritional demands. Carbohydrate വേണം, protein വേണം, fat വേണം, vitamins വേണം, minerals വേണം. ഇതെല്ലാം സഫീഷ്യൻ്റ് എമൗണ്ട് ഇൻ സഫീഷ്യൻറ്റ് ക്വാളിറ്റി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഹോൾ ന്യൂട്രീഷണൽ ഡിമാൻഡ് മീറ്റ് ആവുള്ളൂ, നമ്മുടെ ഓവറോൾ വെൽനെസ് ആൻഡ് ഓവറോൾ ബോഡി ഫങ്ഷനിങ് മീറ്റ് ആവുള്ളൂ. ഓക്കെ, മാക്രോന്യൂട്രിയൻസിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ കംപ്രൈസ്ഡ് ഓഫ് ഫൈബേഴ്സ്, സ്റ്റാർച്ചസ് ആൻഡ് ഷുഗേഴ്സ്. ഇത് മൂന്നുമാണ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കെമിസ്ട്രി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ത്രൂ ഡൈജഷൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിക്ക് എനർജി ഡെലിവർ ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്, ബിക്കോസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ന്യൂട്രീഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നറിയണമെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, സെക്കൻഡ് വൺ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡി ഡൈജഷനിലൂടെ ഗ്ലൂക്കോസ് ആക്കാനായിട്ട് എടുക്കുന്ന ടൈം ആൻഡ് എനർജി ഡിമാൻഡ്സ് കുറവാണ്. For complex carbohydrates, it will take a lot more time and lot more energy to convert it into glucose. So ഇതിൻ്റെ പോയിന്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും നമ്മുടെ ഇൻസുലിൻ ലെവൽ അല്ലെങ്കിൽ ഷുഗർ ലെവലിൽ ഒരു പെട്ടെന്നൊരു സ്പൈക്കും വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സ്പൈക്ക് താഴ്ന്ന് നമ്മൾ വളരെ ടയേർഡായിട്ടുള്ള ഫീലിംഗ് നമുക്ക് വരും. അതേസമയം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ
അത് ബ്രേക്ക് ഡൗൺ ആവാൻ ടൈം എടുക്കും, അതിനുള്ള എനർജി ഡിമാൻഡ്സും കൂടുതലാണ്. അപ്പോൾ ഒരു ഗ്രാജുവലി നമ്മുടെ ഇൻസുലിൻ ലെവൽ, നമ്മുടെ ഷുഗർ ലെവൽ ഒരു സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് എനർജി തരും. സോ ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന് എവിഡൻ്റ് ആണ് നമ്മളെപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ന്യൂട്രീഷണൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പം കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്സ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കണം നമ്മുടെ ഫുഡ് ഓപ്ഷനായിട്ട്. കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റാർച്ച്, ഫൈബർ ആൻഡ് ഷുഗേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിന് എല്ലാം അതിൻ്റേതായ ഫങ്ഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് നമുക്ക് സ്റ്റാർച്ചിൽ നിന്ന് കിട്ടും. ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അധികം ന്യൂട്രിയൻസ് കാണില്ല. മെയിൻ ഫംഗ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് വിൽ എയ്ഡ് ഇൻ അവർ ഡൈജഷൻ ബൈ പാസിംഗ് ത്രൂ ദ ഇൻറ്റസ്റ്റൈൻസ്. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ റെഡി ഫോം ഓഫ് എനർജി. സോ നമ്മളെപ്പോഴും കംപ്ലീറ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കേണ്ടത്. ആൻഡ് ഒബ്വിയസ്ലി കോംപ്ലക്സ് carbohydrates so that the insulin spike won't be that much and there will be no risk of diabetes or other diseases associated with it. Okay guys, so നമ്മുടെ ഡയറ്റ് പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻസ് ആണ് ബ്രൗൺ റൈസ്, വെജിറ്റബിൾസ് ലൈക്ക് പൊട്ടറ്റോസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ് ലൈക്ക് വീറ്റ്. ഓൾ ഓഫ് ദിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ആസ് ഗ്രേറ്റ് ഓപ്ഷൻസ്, ഗുഡ് ഓപ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻസ് ആണ് obviously refined products that you find in bakeries, പിന്നെ sugary drinks, things with added sugar, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ ഗൈസ്, സോ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സെക്കൻഡ് മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻസ്. നമ്മുടെ ബോഡിയിൽ ഒത്തിരി വൈറ്റൽ ഫങ്ഷൻസ് സെർവ് ചെയ്യുന്ന ഒരു മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. ലൈക്ക് മസിൽ ഗ്രോത്ത്, ടിഷ്യൂ റിപ്പയർ, സെൽ റീജനറേഷൻ, ഹീലിംഗ് എക്സെട്ര. എല്ലാവരും വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. ബിക്കോസ് പ്രോട്ടീനാണ് എല്ലാവർക്കും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള മാക്രോന്യൂട്രിയൻ്റ് ആയിട്ട് കരുതുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന കാര്യമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പ്രോട്ടീനാണ് നമ്മുടെ ബോഡിയുടെ ഫുൾ ഫങ്ഷനിങ്ങിനെ ഏറ്റവും ബെസ്റ്റായിട്ട് എയ്ഡ് ചെയ്യുന്ന മാക്രോന്യൂട്രിയൻ്റ് ആണ്. അത് ഓൾമോസ്റ്റ് വളരെ ശരിയാണ്. പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഗൈസ്, സോ പ്രോട്ടീൻസിൽ അങ്ങനെ ഗുഡ് പ്രോട്ടീൻസ്, ബാഡ് പ്രോട്ടീൻസ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല. ഓൾ കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് ആർ എസെൻഷ്യൽ ഫോർ അവർ ബോഡി. ഒത്തിരി മിത്സ് അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസ് സറൗണ്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻസ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. സോ പ്രോട്ടീൻസിൻ്റെ മെയിൻ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. ലോങ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സിനെയാണ് പ്രോട്ടീൻസ് എന്ന് നമ്മൾ പറയുന്നത്. ടോട്ടലായിട്ട് ദർ ആർ 20 അമിനോ ആസിഡ്സ്. ഈ 20 അമിനോ ആസിഡ്സും ഉള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അഥവാ ഏതെങ്കിലും അമിനോ ആസിഡ് പ്രൊഫൈൽ മിസ്സിംഗ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയും. നമുക്കിനി പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. പ്രോട്ടീൻസിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ആനിമൽ പ്രോട്ടീൻസ് ആൻഡ് പ്ലാന്റ് പ്രോട്ടീൻസ്. ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ആർ ഡിറൈവ് ഫ്രം ആനിമൽസ്. അതിനെ കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്നാണ് റെഫർ ചെയ്യുന്നത്. ബിക്കോസ് എല്ലാ അമിനോ ആസിഡും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. യെസ്, ഞാൻ ആനിമൽ പ്രോട്ടീനിനെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യുകയല്ല. ഹിയർ മീ ഔട്ട്, ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് പ്ലാന്റ് പ്രോട്ടീൻസ് നൗ. പ്ലാന്റ് പ്രോട്ടീൻസ് ഒബ്വിയസ്ലി ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. അതിനെ ഇൻകംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്നാണ് റെഫർ ചെയ്യുന്നത്. ബിക്കോസ് എല്ലാ അമിനോ ആസിഡും പ്ലാന്റ് പ്രോട്ടീനിൽ പ്രസൻ്റ് അല്ല. സോ ഈ അമിനോ ആസിഡ് പ്രൊഫൈലിൻ്റെ റീസൺ കൊണ്ട് ഒരു വലിയ മിത്ത് അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ പ്രോട്ടീനെ കുറിച്ചുണ്ട്. എന്തെന്ന് വെച്ചാൽ പ്ലാന്റ് പ്രോട്ടീൻ ഇൻകംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്, ആനിമൽ പ്രോട്ടീൻ കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആനിമൽ പ്രോട്ടീൻ തന്നെ കഴിക്കണം. പ്ലാന്റ് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ കിട്ടില്ല എന്നുള്ളത്. ദിസ് ഈസ് എ വെരി ബിഗ് മിത്ത്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, പ്ലാന്റ് പ്രോട്ടീൻസിലാണ് നിങ്ങൾ റിലൈ ചെയ്യുന്നത് നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റിന് വേണ്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഡയറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് പ്രോട്ടീൻ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലഞ്ചിൽ നിങ്ങൾ റൈസ് മാത്രമായിരിക്കില്ല നിങ്ങൾ കഴിക്കുന്നത്. റൈസിൻ്റെ കൂടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബീൻസ് അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ട് മാത്രമേ നിങ്ങൾ റൈസ് കഴിക്കാറുള്ളൂ. സോ അങ്ങനെ ഒരു ഇൻക്ലൂഷൻ വരുമ്പോഴത്തേന് ഒരു ഫുഡിലുള്ള അമിനോ ആസിഡ് പ്രൊഫൈലും മറ്റേ ഫുഡിലുള്ള അമിനോ ആസിഡ് പ്രൊഫൈലിലൂടെ കമ്പയർ ആകുമ്പോൾ നമുക്കതൊരു ടോട്ടൽ കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് തന്നെയാണ് കൗണ്ട് ആവുന്നത്. ബട്ട് രണ്ട് ഫുഡിൽ നിന്നാണ് ആ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ കിട്ടിയതെന്ന് മാത്രം. അവർ ബോഡി കനോട്ട് ഡിഫറൻഷിയേറ്റ്. നമ്മുടെ ബോഡിക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫുഡിൽ നിന്ന് തന്നെയാണോ എല്ലാ അമിനോ ആസിഡും വന്നത്, അതോ രണ്ട് ഫുഡിൻ്റെ കോമ്പിനേഷനിൽ നിന്നാണോ എല്ലാ അമിനോ ആസിഡും വന്നത്. അതുകൊണ്ട് തന്നെ ദ മിത്ത് ആൻഡ് ദ മിസ്കൺസെപ്ഷൻ സറൗണ്ടിങ് ദാറ്റ് വെജിറ്റബിൾ പ്രോട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഇസ് ആബ്സല്യൂട്ട് സ്റ്റുപ്പിഡിറ്റി. ഓക്കെ ഗൈസ്, പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അത്ര ബാഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ല. ഇൻഫാക്ട് ഇറ്റ് ഈസ് ബെറ്റർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ദാൻ ആനിമൽ പ്രോട്ടീൻ, provided that you eat a variety of plants and the whole amino acid profile is met. അത് മാത്രമല്ല ഗൈസ്,
ആനിമൽ പ്രോട്ടീനിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത ഫാറ്റ്സ്, ട്രാൻസ് ഫാറ്റ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഈ ടൈപ്സ് ഓഫ് ആനിമൽ പ്രോട്ടീൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ലൈക്ക് സ്ട്രോക്സ്, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. സോ വി ക്യാൻ ഒബ്വിയസ്ലി സേ ദാറ്റ് വെജിറ്റേറിയൻ പ്രോട്ടീൻ ഇസ് ദ ബെറ്റർ ഓപ്ഷൻ ഔട്ട് ഓഫ് ദി ടു. അത് മാത്രമല്ല ഗൈസ്, ലെറ്റ്സ് ബി ക്രുവൽറ്റി ഫ്രീ. ലെറ്റ്സ് ലേൺ ടു ലവ് ദ ആനിമൽസ് ദാറ്റ് ആർ അറൗണ്ട് us. We have proved through science that we can follow a vegetarian diet and survive, or rather thrive with a vegetarian diet. So why should we have to slaughter innocent animals to get protein for ourselves? Okay guys, vegetarian source of protein enough amount of protein illa, alle enough quality of protein illa ennu parayunnavർക്ക് include ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് vegetarian options ഇവിടെ ഷെയർ ചെയ്യാം. So some options are chickpeas അല്ലെങ്കിൽ കടല, beans, seeds, സോയാബീൻസ്, ലെൻറ്റിൽസ്, പീനട്ട്സ്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് വെജിറ്റബിൾസിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ ഓപ്ഷനായിട്ട് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നത്. ഒബിയസ്ലി സം ഓഫ് ദം ഒരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിരിക്കില്ല, ബട്ട് ഇഫ് വി പെയർ ഇറ്റ് വിത്ത് അനദർ സോഴ്സ് ഓഫ് വെജിറ്റബിൾ പ്രോട്ടീൻ വി ക്യാൻ ഗെറ്റ് ദ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ. ഓക്കെ ഗൈസ്, സോ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസിനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് സംസാരിച്ചു, വിച്ച് ബ്രിങ്സ് us to our third group of macronutrients, fats. So fats in the function in our body is to obviously aid in our energy demands, aid in cell repair, protect our organs, etc. There are a lot of functions of fats guys. I'm not going to mention them all in this video. പിന്നെ ഒത്തിരി പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഫാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതായത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയല്ല ഗൈസ്, ഫാറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. വി നീഡ് ടു ഇൻക്ലൂഡ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫാറ്റ്സ് ആസ് ന്യൂട്രിയൻസ് ടു സപ്പോർട്ട് അവർ ടോട്ടൽ ബോഡി ഗ്രോത്ത്. നമുക്കിനി ഫാറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. നമുക്ക് ഫാറ്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, സെക്കൻഡ് വൺ സാച്ചുറേറ്റഡ് ഫാറ്റ്, ആൻഡ് തേർഡ് വൺ ട്രാൻസ് ഫാറ്റ്. സോ ഈ 3 ഗ്രൂപ്പ്സ് ഓഫ് ഫാറ്റിൽ നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് അല്ലെങ്കിൽ ഗുഡ് ഫാറ്റ്സ് എന്ന് മെൻഷൻ ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ നമുക്ക് ഫർദർ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഈ ടൈപ്സ് ഓഫ് ഫാറ്റ്സ് കൂടുതലും കണ്ടുവരുന്നത് വെജിറ്റബിൾസിലാണ്. So this further enforces my point why vegetarian foods are so important in our diet. Okay guys, so the second classification of fats are saturated fats. Saturated fats എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കണ്ടുവരുന്നത് ആനിമൽ ഫുഡ്സിലാണ്. It is considered as bad fats. And third category of fats are called trans fat. Trans fat is mainly found in red meat and associated foods. Guys, this type of fats we have to avoid at any cost. Okay guys, so fats is a macronutrient. The bottom line എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ്സ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു ന്യൂട്രിയൻ്റ് അല്ല. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള ഒരു ന്യൂട്രിയൻ്റ് തന്നെയാണ് ഫാറ്റ്സ് ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ആൻഡ് പ്രോപ്പർ ക്വാളിറ്റി. വി ഹാവ് ടു മേക്ക് ഷുവർ നമ്മൾ കഴിക്കുന്ന ഫാറ്റ്സ് എല്ലാം അൺസാച്ചുറേറ്റഡ് വേർഷൻസ് ഓഫ് ഫാറ്റ് ആണ്. ആൻഡ് ട്രൈ ടു അവോയ്ഡ് ആസ് മച്ച് സോഴ്സസ് ഓഫ് സാച്ചുറേറ്റഡ് ആൻഡ് ട്രാൻസ് ഫാറ്റ്. സോ ഈ 3 ക്ലാസിഫിക്കേഷനുള്ള ഫാറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ചില ഫുഡ് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം, so that you can include or avoid some items from your nutrition plan. Unsaturated fats include ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ് എക്സെട്ര. ഇങ്ങനത്തെ നട്ട്സ്, വെജിറ്റബിൾസ്, സീഡ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ആനിമൽ ഫാറ്റ്സ്, ലൈക്ക് നിങ്ങളിപ്പോൾ പോൾട്രി, ബീഫ് അങ്ങനെയുള്ള ആനിമൽ പ്രോട്ടീൻസ് ആണ് കഴിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഫാറ്റ്സ് ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത്. ദീസ് ആർ ഒബ്വിയസ്ലി റെഫേർഡ് ടു ആസ് ബാഡ് ഫാറ്റ്. സോ ഇങ്ങനത്തെ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ തേർഡ് ഗ്രൂപ്പിലുള്ള ഫാറ്റ്സ് ആണ് ട്രാൻസ് ഫാറ്റ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എണ്ണ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എ ബിഗ് സോഴ്സ് ഓഫ് ട്രാൻസ് ഫാറ്റ് ആണ്. നിങ്ങൾ മെയിൻലി അവോയ്ഡ് ചെയ്യേണ്ടത് ഫാസ്റ്റ് ഫുഡ്, non-vegetarian foods, all you should be avoiding in order to make sure that you're not getting the wrong type of fats in your nutrition. Okay guys, so നമ്മൾ 3 macronutrients കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തു. Micronutrients, like I said, ഞാൻ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. I will do another video on that. So what is the bottom line guys? The bottom line is that in order to have a good nutrition plan, ഈ 3 macronutrientsഉം കറക്റ്റ് എമൗണ്ട്, കറക്റ്റ് പ്രൊപ്പോർഷൻ, കറക്റ്റ് ക്വാളിറ്റി കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു റൗണ്ട് അപ്പ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ തരാം. ഓൺ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ഡയറ്റിൽ, വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന്.
Guys, my personal suggestion to you all is to include more vegetarian options, because vegetarian option എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a great source of protein, good carbohydrate and good fats ആണ്. അതേസമയം ആനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ a lot of bad options of carbohydrate, proteins and fats ആണ്. So we have a good option here, we have a bad option here. We should obviously be choosing the good option, right? So guys, try to follow as much vegetarian options in your food choices as possible. Besides that, guys, let's be kind to all these animals. Why kill them when we have other great options to meet our demands in terms of nutritional goals? Okay guys, I hope you all found this video helpful. If you did, please hit like, subscribe and comment to my channel. Okay guys, that's about it. I hope you all well. Let's be kind. Have a great day. Bye.